ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് വൈറലായിട്ടുള്ള ആപ്പിൾ ചോക്ലേറ്റ് മോസ് കേക്ക് റെഡിയാക്കിയാലോ. നല്ല യമ്മി ആയിട്ടുള്ള ഈ മോസ് കേക്ക് റെഡിയാക്കാനായിട്ട് 2 ആപ്പിൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആപ്പിളൊക്കെ നല്ലപോലെ കഴുകി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റി ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെറിയ പീസസ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി സോസ് പാനിൽ വെള്ളം ചേർത്ത് ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മുടെ ആപ്പിൾ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിളൊക്കെ നല്ലപോലെ വെള്ളത്തിൽ കിടന്നൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ആപ്പിളൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഒരു പീസ് ഇതേപോലെ എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ പീസസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം. കൂടെ തന്നെ ആ പട്ടയുടെ പീസും കൂടി നമുക്കൊന്നെടുത്ത് മാറ്റി കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ആപ്പിളും ചോക്ലേറ്റൊക്കെ നല്ലപോലെ ചൂടാറി വരുമ്പോഴേക്കും നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ആപ്പിൾ ചോക്ലേറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒരു സ്പാറ്റുല വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ള് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ക്ലിംഗ് റാപ്പ് വെച്ച് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഒരു ഓവർനൈറ്റ് എങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ വെറും 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ 2 ഇൻഗ്രീഡിയൻറ്റ് റെസിപ്പി എല്ലാവരും തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.